നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. സഭയിൽ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടുകൂടി രക്തം ചിന്തിയ ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ കരളലിയിക്കുന്ന, കരുത്ത് നൽകുന്ന ജീവിതകഥ അത് പരമ്പരയായിട്ട് നാം ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മെ ആവേശം കൊള്ളിക്കുന്ന അവരുടെ ജീവിതത്തിലെ നിമിഷങ്ങൾ, അവരുടെ വിശ്വാസ തീഷ്ണത, അവരുടെ ആത്മീയ കരുത്ത്, അവരുടെ ജീവിത നൈർമല്യം, കറതീർന്ന സ്നേഹം എപ്രകാരമായിരുന്നുവെന്ന് വിലയിരുത്തുകയും പരിശോധിക്കുകയും ജീവിതത്തിൽ പകർത്തുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയുമാണ് ഈ പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി ജീവൻ സമർപ്പിച്ച ആയിരങ്ങൾ ആദിമ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ. ക്രിസ്തുവിൻ്റെ തിരുരക്തം ഒഴുകിയിറങ്ങി തളിരണിഞ്ഞ സഭാവൃക്ഷം വളർന്നുയർന്നതും രക്തം വീണ് കുതിർന്ന മണ്ണിലാണ്. രക്തസാക്ഷിത്വം അത് സഭയെയും സഭാതനയരെയും എന്നും ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈ ലോകത്തിൻ്റെ കണ്ണിൽ ഭയന്ന് പിൻവാങ്ങുവാൻ കാരണമായി മാറിയേക്കാവുന്ന മരണഭീതി ക്രൈസ്തവ വിശ്വാസത്തിന് കരുത്തായി മാറിയത് വലിയൊരു ദൈവിക രഹസ്യമാണ്. തിരുസഭയുടെ ചരിത്രം 2 സഹസ്രാബ്ദങ്ങൾ പിന്നിടുമ്പോൾ അതിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ളത് 10,000-കണക്കിന് രക്തസാക്ഷികളുടെ ധീരഗാഥകൾ കൂടിയാണ്. ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്കും ആ ജീവചരിത്രങ്ങൾ ശക്തി പകരുന്നു. ഒരു വർഷം 1,00,000-ലധികം ക്രിസ്ത്യാനികൾ വിവിധ രാജ്യങ്ങളിൽ, ഏകദേശം 140 രാജ്യങ്ങളിൽ, 3/4 ഭാഗം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇറാഖിൽ 300-ലധികം രൂപതകൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആദിമസഭയുടെ ആ കാലഘട്ടത്തിൽ വിശ്വാസം സ്വീകരിച്ചവർ ഇന്ന് വിരലിൽ എണ്ണാവുന്നവർ മാത്രം. 1990-ൽ 12 ലക്ഷം ക്രിസ്ത്യാനികൾ ഇറാഖിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 2 ലക്ഷം ക്രിസ്ത്യാനികൾ മാത്രമാണ്. 2025 ആകുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റിൽ, മധ്യേഷ്യയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതാകുമെന്ന് ഈ രീതിയിലുള്ള കണക്കുകൾ, സർവേകൾ സൂചിപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ എന്നതുപോലെയോ അതിലുമേറെയോ ഇന്നും ക്രൈസ്തവർ ഈ ആധുനിക ലോകത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു. ഇക്കാലത്തും സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനമാണ് രക്തസാക്ഷിത്വം. ആദിമ നൂറ്റാണ്ടുകളിലേക്കാൾ അധികമായി 20-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൂടുതൽ പേർ വിശ്വാസത്തെ പ്രതി ജീവൻ ത്യജിക്കാൻ സന്നദ്ധരാകുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സുരക്ഷിതമായ സാഹചര്യങ്ങൾക്കപ്പുറം
വിശ്വാസം രക്തം കൊണ്ട് ഉറപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. ഒരുപക്ഷെ നാളെ നമ്മുടെ വിശ്വാസവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം വന്നു ചേർന്നാൽ കൂടുതൽ തീഷ്ണതയോടെ ആത്മീയ ബോധ്യങ്ങളിൽ നിലനിൽക്കുവാനുള്ള ശക്തി നാം ആർജിക്കേണ്ടതുണ്ട്. പിതാവേ, യഥാർത്ഥത്തിൽ രക്തസാക്ഷിത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രക്തസാക്ഷി എന്ന വാക്ക് മാർത്തൂസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നതാണ്. വിറ്റ്നസ്, സാക്ഷി, സാക്ഷിയാകുക എന്നാണ്. വിശ്വാസത്തിന് വേണ്ടി സാക്ഷിയാകുക, വിശ്വാസത്തിന് വേണ്ടി രക്തം നൽകി സാക്ഷിയാകുക. അതുകൊണ്ട് അത് രക്തസാക്ഷിത്വം. അപ്പോൾ അതുകൊണ്ടാണ് മാർട്ടിർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി രക്തം കൊടുത്ത് രക്തസാക്ഷികളാകുന്ന ആളുകളെ നാം രക്തസാക്ഷികൾ എന്നും വിളിക്കുക. വിശ്വാസത്തിന് വേണ്ടി ജീവൻ നൽകുന്നവരെയാണ് നാം രക്തസാക്ഷികൾ എന്ന് വിളിക്കുക. വിശുദ്ധ അഗസ്തീനോസ് രക്തസാക്ഷികളെ കുറിച്ച് ഇപ്രകാരമാണ് പ്രസ്താവിക്കുന്നത്: ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവർ. അതായത് ജീവൻ ത്യജിക്കുന്നത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. അതാണ് വിശ്വാസത്തിൻ്റെ കാതലായിട്ട് നിൽക്കുക, അടിസ്ഥാനമായിട്ട് നിൽക്കുക എന്ന് വേദപാരംഗതനായ സഭാപിതാവ് വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നു. പിതാവേ, പഴയ നിയമത്തിൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരുടെ ധാരാളം സംഭവങ്ങളുണ്ടല്ലോ. ആ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവരെ പഴയ നിയമത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ധാരാളം സംഭവങ്ങൾ നമുക്ക് വിശകലനം ചെയ്യുവാൻ സാധിക്കും. അവരുടെ ജീവിത കഥയും അവരുടെ ജീവിത സംഭവങ്ങളുമെല്ലാം നമുക്ക് കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും കരുത്തായിരുന്നത് ഞാൻ ഓർക്കുകയാണ്. മക്കബായരുടെ പുസ്തകത്തിലാണ് ഏറ്റവും മിഴിവോടുകൂടി ചില സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുക. മക്കബായരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് വിവരിക്കുന്നുണ്ട്. ഏലിയാസർ എന്നൊരു വ്യക്തി, ഏലിയാസറിനോട് പന്നിമാംസം കഴിക്കണമെന്നാണ്. അതായത് വിശ്വാസത്തിൽ യഹൂദർക്ക് ഏറ്റവും നിഷിദ്ധമായിട്ടുള്ളതാണ് പന്നിമാംസം. അത് കഴിക്കണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. പന്നിമാംസം കഴിക്കണമെന്ന് നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സായിരുന്നു. ഏലിയാസർ 90 വയസ്സായപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ വധശിക്ഷയ്ക്ക് വേണ്ടി അടുത്ത് നിൽക്കുമ്പോൾ പന്നിമാംസം തീറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ സുഹൃത്തുക്കളെല്ലാം നിർബന്ധിച്ചു. എനിക്ക് കൊക്കിൽ ശ്വാസമുള്ളിടത്തോളം ഞാൻ ഇതുപോലൊരു തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തുക്കളായിട്ടുള്ളവർ പറഞ്ഞു, ഞങ്ങൾ മറ്റ് കാളയുടെ മാംസം കൊണ്ടുവരാം, എന്നതിന് ശേഷം നീ ഭക്ഷിച്ചു, അപ്പോൾ നിനക്ക് ജീവൻ രക്ഷിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസത്തെ കബളിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. യുവജനങ്ങൾ, വളർന്നു വരുന്ന തലമുറ പറയും, ഇതുവരെ സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിച്ച, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ജീവിച്ച ഏലിയാസർ അവസാനം പന്നിമാംസം തിന്ന് വിശ്വാസത്തെ ത്യജിച്ചു എന്ന് പറയാനിടയാകും. അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു. എന്തൊരു വലിയ സാക്ഷ്യമാണ് നൽകുന്നത് അല്ലേ ഏലിയാസർ. അതുപോലെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അമ്മയും 7 മക്കളും. അത് മക്കബായരിലെ പുസ്തകത്തിൽ അന്ത്യോക്യസ് രാജാവ് ദേവനെ വണങ്ങാത്തത് കൊണ്ട് അവർ രക്തസാക്ഷികളാകുവാൻ വേണ്ടി 1, 2, 3, 4 മക്കൾ ഓരോരുത്തരെയും ബലി കഴിക്കുകയാണ്. 6-ാമത്തെ ആളെയും ബലി കഴിച്ചു. 7-ാമത്തെ ഏറ്റവും ഇളയ മകൻ അമ്മയോട് പറയുക, അമ്മ മകനോട് പറയുക, നിനക്ക് ഭയമുണ്ടോ? എനിക്കൊരു ഭയവുമില്ല, നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മ നൽകുന്ന ഉത്തരം വളരെ ശക്തമാണ്. അമ്മ പറയുകയാണ്, എൻ്റെ ഉദരത്തിൽ നീ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് ശ്വാസം നൽകിയത് ഞാനല്ല, നിനക്ക് കണ്ണ് നൽകിയത് ഞാനല്ല, നിൻ്റെ അവയവങ്ങളൊന്നും തന്നെ നൽകിയത് എനിക്കറിഞ്ഞുകൂടാ. എല്ലാം ദൈവമാണ്. ആ നൽകിയ ദൈവം തന്നെ വിശ്വാസത്തിന് വേണ്ടി നിൻ്റെ ജീവൻ തിരികെ ചോദിക്കുമ്പോൾ നീ എന്തിനും മടിക്കണം? ആ 7-ാമത്തെ മകനും രക്തസാക്ഷിയായി. ആ അമ്മയുടെ ഒരു ധീരത, ആ ധീരതയാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവേ, അങ്ങനെയാണെങ്കിൽ ഈശോയും ഒരു രക്തസാക്ഷിയല്ലേ? പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. 2-ാമത്തെ ലേഖനത്തിൽ, ദൈവത്തിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്താൽ സത്യത്തിന് വേണ്ടി സാക്ഷ്യം നൽകി ജീവൻ സമർപ്പിച്ച യേശു എന്ന്.
സത്യത്തിനു വേണ്ടി സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവൻ സമർപ്പിച്ച ഈശോ. ആ ഒരർത്ഥത്തിൽ വൈഡായിട്ട് രക്തസാക്ഷി എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. സത്യത്തിനു വേണ്ടി സാക്ഷിയായി തീർന്നു ഈശോ. അപ്പോൾ ആ സത്യത്തിനു വേണ്ടി കുരിശിലേറി ജീവൻ ത്യജിച്ച വ്യക്തിയാണ് ഈശോ. പക്ഷേ ഒരു രക്തസാക്ഷി എന്നല്ല, ദൈവത്തിന് സത്യത്തിനു വേണ്ടിയിട്ട് ബലിയായി തീർന്നു. നമുക്ക് വേണ്ടി ബലിയായി, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ബലിയായി തീർന്നു. അത് ഒരർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും മാതൃകയായിട്ട് നിൽക്കുകയാണ് യേശുവിൻ്റെ ഈ ജീവിത സാക്ഷ്യം തന്നെ. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി രക്തം ചിന്തുക, അതിൽ ഏത് പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് പോകുവാൻ കരുത്ത് നൽകുക, അത് യേശു നമുക്ക് നൽകുന്ന വലിയ സാക്ഷ്യമാണ്. പിതാവേ, രക്തസാക്ഷികളെക്കുറിച്ച് സഭാപിതാക്കന്മാർ എന്തൊക്കെയാണ് പറയുന്നത്? സഭയുടെ ആദിമ സഭയിൽ രക്തസാക്ഷ്യത്തെക്കുറിച്ച് സഭാപിതാക്കന്മാർ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദിമസഭയിൽ രക്തസാക്ഷികളുടെ വളരെ നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏറെ പ്രത്യേകിച്ച് റോമിൽ നീറോ ചക്രവർത്തി AD 64 മതമർദ്ദനം ആരംഭിച്ചു. ആ മതമർദ്ദനത്തിൽ റോമിലുണ്ടായിരുന്ന നമ്മുടെ ക്രിസ്ത്യാനികൾ അനുഭവിച്ച പീഡകൾ നമുക്ക് അചിന്തനീയമായ പീഡകളാണ് ഉള്ളത്. അവർ വഴിയോരങ്ങളിൽ പന്തങ്ങളായിട്ട് കത്തി നിന്നു. അവർക്ക് വിളക്കുകാലുകളുണ്ടല്ലോ, അവിടെ അവരെ ചേർത്ത് നിർത്തി അതിനുശേഷം അവരെ തുണി കൊണ്ട് അവിടെ കെട്ടി എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കുക. അപ്പോൾ വഴിയെ പോകുമ്പോൾ അവർക്ക് കാണുവാൻ സാധിക്കുകയാണ്, വിളക്ക് കാണുവാൻ സാധിക്കും. ആംഫി തിയേറ്ററിലേക്ക്, കൊളോസിയത്തിലേക്ക് വിനോദത്തിനായിട്ട് അവിടെ മൃഗങ്ങളുടെ മുൻപിലേക്ക് നമ്മുടെ ക്രിസ്ത്യാനികൾ എറിഞ്ഞ് കൊടുക്കപ്പെട്ടത് നമുക്ക് നന്നായിട്ടറിയാം. ഗളച്ഛേദം ചെയ്തവരുണ്ട്. വലിയ അതിനുവേണ്ടി തന്നെ രക്തസാക്ഷികളാകുന്നതിന് വേണ്ടി കഴുത്ത് മാത്രം ചേർത്ത് വെച്ച് അതിന് ബലിയർപ്പിച്ചിട്ടുള്ള ആളുകൾ, വിഷം കൊടുത്ത് ആളുകളെ കൊല്ലുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അങ്ങനെ വിവിധ രീതികളിൽ രക്തസാക്ഷികൾ, ആദിമസഭയിൽ ധാരാളം രക്തസാക്ഷികൾ യേശുവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവർ, ജീവൻ സമർപ്പിച്ചവരെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേ സംബന്ധിച്ചുള്ള ധാരാളം വിഷ്വലുകളുണ്ട്. നമുക്ക് വിഷ്വലുകൾ ആദിമസഭയിലുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ പ്രതി സന്തോഷത്തോടെ തങ്ങളുടെ ജീവൻ ബലി കഴിക്കുവാൻ സന്നദ്ധരായവരാണ് രക്തസാക്ഷികൾ. ആദിമസഭയിൽ നിന്നും ആരംഭിക്കുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ ചരിത്രങ്ങൾ ഇന്നും തുടരുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിച്ചിരിക്കുന്നതനുസരിച്ച് ആദ്യ രക്തസാക്ഷി വിശുദ്ധ സ്തേഫാനോസാണ്. ആദ്യകാലങ്ങളിൽ കല്ലെറിഞ്ഞും കുരിശിൽ തറച്ചും വിളക്കുമരങ്ങളായി ജീവനോടെ കത്തിച്ചും വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തും വിഷം നൽകിയും തുടങ്ങി പല രീതികളിൽ രക്തസാക്ഷികളായി തീർന്നവരുണ്ട്. അവരെല്ലാവരും ദൈവസ്നേഹത്തെയും വിശ്വാസ തീഷ്ണതയെയും പ്രതി സന്തോഷപൂർവം രക്തസാക്ഷിത്വം വരിച്ചവരാണ്. 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായിരുന്ന തെർത്തുല്യൻ രക്തസാക്ഷികളുടെ രക്തത്തെ സഭയുടെ വളർച്ചയുടെ അടിത്തറയായാണ് വിശേഷിപ്പിക്കുന്നത്. സധൈര്യം സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ അനേകർ മുന്നോട്ടു വന്നത് മറ്റനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു. എക്കാലത്തെയും ക്രൈസ്തവരെ സംബന്ധിച്ച് രക്തസാക്ഷിത്വം എന്ന പദത്തിന് ദൈവികമായ ഒരർത്ഥമുണ്ട്. തങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുമ്പോഴാണ് ഒരുവൻ ശരിയായ ക്രൈസ്തവനായി മാറുന്നത്. ഈ രക്തസാക്ഷിത്വത്തിന് കരുത്ത് നൽകുന്നതായിരുന്നു ആദിമ സഭാപിതാക്കന്മാരുടെ പഠനങ്ങളെല്ലാം തന്നെ. ഒരു രക്തസാക്ഷിയാകുക 2ാമത്തെ മാമോദീസായാണെന്ന് പഠിപ്പിച്ചത് മറ്റാരുമല്ല, വിശുദ്ധ തെർത്തുല്യൻ. വിശുദ്ധ തെർത്തുല്യൻ പറയുകയാണ് രക്തസാക്ഷിത്വം 2ാമത്തെ മാമോദീസായാണ്. അത് വിശ്വാസികൾക്ക് കരുത്ത് പകരുകയാണ് ചെയ്തത്. വിശുദ്ധ സിപ്രിയാൻ, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, ഒരിജൻ, ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട്, വിശ്വാസത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടി രക്തം സമർപ്പിക്കുവാൻ ധീരതയോടുകൂടി കടന്നു വരുന്നവരെ രക്തസാക്ഷികളെന്ന് നാം വിളിക്കണം. അവരുടെ ധീരതയാണ് സഭയ്ക്ക് കരുത്ത് നൽകുന്നത് എന്ന് ആദിമസഭയിൽ സഭാപിതാക്കന്മാരെല്ലാം ഒരുപോലെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ സഭയുടെ ആരംഭത്തിൽ എല്ലാവിധത്തിലുള്ള മതമർദ്ദനം, രക്തസാക്ഷിത്വം ശക്തമായി നിന്ന കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് സഭാപിതാക്കന്മാരെല്ലാവരും ഇതേക്കുറിച്ച് ഭംഗിയായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
പിതാവേ, ഒരുവൻ രക്തസാക്ഷിയാകാൻ വേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാണ്? ആളുകൾ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവരുണ്ട്. എന്നാൽ ഒരാളെ രക്തസാക്ഷിയായിട്ട് സഭ കണക്കാക്കണമെങ്കിൽ രക്തസാക്ഷിത്വം വരിച്ചു കഴിയുമ്പോൾ അവരതിനാൽ തന്നെ വിശുദ്ധരായിട്ടാണ് സഭ വിലയിരുത്തുന്നത്. എന്നാൽ അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. സാധാരണ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ അവരുടെ മാധ്യസ്ഥ്യം വഴി അത്ഭുതങ്ങൾ ഉണ്ടാവണം. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അതിനുണ്ട്. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളാകുന്നവർക്ക് വേണ്ടി അങ്ങനെ അത്ഭുതങ്ങളുടെ ആവശ്യമില്ല. പക്ഷേ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവർ രക്തസാക്ഷികളായിട്ട് അവരെ പ്രഖ്യാപിക്കണമെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടുകൂടി രക്തസാക്ഷികളായി. അതായത് പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ ഒരിക്കൽ അവർ രക്തസാക്ഷിയാകാൻ റെഡിയായി, മറ്റൊരവസരത്തിൽ ഓടി ഒളിച്ചു. അങ്ങനെ ഓരോ വിവിധ ഘട്ടങ്ങൾ എപ്പോഴും കൃത്യതയോടുകൂടി വിശ്വാസത്തിന് വേണ്ടി ധീരതയോട് നിന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഉണ്ടാകണം. അല്ലെ അവസരം കിട്ടിയപ്പോൾ ഒളിച്ചോടി, അങ്ങനെ പിന്നീട് അവസരം വന്നപ്പോൾ അബദ്ധത്താൽ രക്തസാക്ഷികളായി എന്നുള്ള ഒരവസരത്തിൽ അങ്ങനെയുള്ളവർ രക്തസാക്ഷികളാക്കുകയില്ല. പിന്നെ ജീവനും മരണവും, അതിന് മുൻപിലാണ് രക്തസാക്ഷിയാകുന്ന നിമിഷങ്ങൾ. ജീവനും മരണവുമുണ്ട്. അത് ജീവനെ സ്നേഹിച്ചു മരണത്തെക്കാളെന്ന് ഒരിക്കലും തന്നെ തോന്നാൻ പാടില്ല. അവർ ജീവനേക്കാൾ കൂടുതൽ മരണത്തെ സ്നേഹിച്ചു, ക്രിസ്തുവിനെ സ്നേഹിച്ചു. ഈ ഇവിടെ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്കൊരു മരണമാണെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് അവർ സന്തോഷത്തോടു അതിനെ സ്വീകരിക്കുന്നതായിട്ട് കണക്കാക്കണം. മൂന്നാമതായിട്ട് നിത്യജീവനോടുള്ള ആ വലിയ കാഴ്ചപ്പാട്, യേശുവിനോടൊപ്പം ഒന്നായി ചേരാമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ രക്തസാക്ഷിത്വത്തെ സമീപിച്ചപ്പോൾ അവരുടെ മനോഭാവം, അത് മൂന്നാമത്. ഇങ്ങനെ 3 മാനദണ്ഡങ്ങളാണ്. മനോഭാവം എന്നാൽ വളരെ സന്തോഷത്തോടും ധീരതയോടും കൂടി ആണ്. തോമസ് മൂർ രക്തസാക്ഷിയാവുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നില്ലേ, എൻ്റെ താടി അതൊന്നും പാപം ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതിനെ മുറിക്കരുതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നില്ലേ. അങ്ങനെ സന്തോഷത്തോടു കൂടി രക്തസാക്ഷിത്വത്തെ ധീരതയോടുകൂടി നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ, യേശുവിനോടൊപ്പം ചേരാമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി അതിനെ സമീപിക്കുക. അങ്ങനെ 3 കാര്യങ്ങളാണ്. കൺസിസ്റ്റൻസി, രക്തസാക്ഷ്യത്തെയുള്ള സമീപനം, അതിനോടുള്ള മനോഭാവം എങ്ങനെയായിരുന്നു, ജീവനേക്കാൾ മരണത്തെ അവർ സ്നേഹിച്ചോ, അത് അപ്രകാരം തന്നെ അതിനെ എങ്ങനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചോ, ഈ 3 കാര്യങ്ങളാണ് ഇതിന് മാനദണ്ഡമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. പിതാവേ, രക്തരഹിത രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിയും രക്തരഹിത രക്തസാക്ഷിത്വം വരിക്കുന്നവരാണ്. അങ്ങനെ ആയിരിക്കണം. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതം രക്തം ചിന്താത്ത രക്തസാക്ഷിത്വമായിരിക്കട്ടെ, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി രക്തരഹിത രക്തസാക്ഷിത്വം, അതായത് സത്യത്തിനും നീതിക്കും വേണ്ടി, സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി ജീവൻ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അവിടെ ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ കടന്നു വരും. എന്നാൽ അത് നമ്മെ സ്വാധീനിക്കരുത്. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന യേശുവിൻ്റെ വാക്കുകളാണ് രക്തരഹിത രക്തസാക്ഷിത്വത്തിൻ്റെ അടിസ്ഥാനം. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ അവർ കുരിശുമെടുത്തുകൊണ്ട് വരട്ടെ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവും, മരിക്കുക എനിക്കൊരു നേട്ടവുമാണ്. ഇതാ ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇതാണ് രക്തരഹിത രക്തസാക്ഷിത്വത്തിൻ്റെ അടിസ്ഥാന വചനങ്ങളായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഓരോ നിമിഷവും എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, നമുക്ക് ഓരോരുത്തർക്കും രക്തസാക്ഷികളാകുവാനുള്ള വിളിയുണ്ട്. ഒരുപക്ഷെ രക്തം ചിന്തേണ്ട ആവശ്യമില്ലായിരിക്കാം. അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ നിമിഷത്തിലും അവനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് രക്തസാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കും. സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നുകൊണ്ട്, സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ട് അവന് സാക്ഷികളാവുമ്പോൾ അത് രക്തരഹിത രക്തസാക്ഷിത്വമാണ്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധരായ രക്തസാക്ഷികളോടൊപ്പം ചേർന്ന് അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ് രക്തസാക്ഷികളാകുന്നതിന് വേണ്ടി. അതിനുള്ള കരുത്ത്, ആത്മീയ അടിത്തറ സ്വന്തമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അതിനുള്ള കരുത്ത് നമുക്ക്
ആർജിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ പുണ്യ ജീവിതത്തിലൂടെയാണ് നമുക്ക് കഴിയുക. വിശുദ്ധരായി ജീവിക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ ഈ രക്തസാക്ഷിത്വം വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്നതാണ്. സഭാചരിത്രത്തിൽ ഇന്നോളം സ്വന്തം ജീവനെ തൃണവത് ഗണിച്ച് കൊടിയ സഹനങ്ങളും രക്തസാക്ഷിത്വവും സ്വീകരിച്ച അനേകായിരങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അവരിൽ ഓരോരുത്തരും നമുക്ക് നൽകുന്ന സന്ദേശം യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ജീവിത സാക്ഷ്യം തന്നെയാണ്. സ്വന്തം ജീവിതത്തിലെ സഹനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ അവർ നമുക്ക് പ്രചോദനം പകരുന്നു. ആദിമസഭ രക്തസാക്ഷികളുടെ ചുടുനിണത്താലാണ് വളർന്നത്. യേശുവിനോടുള്ള സ്നേഹം, യേശുവിനെ നേരിട്ട് കണ്ടവർ, യേശുവിൻ്റെ സാക്ഷികളായവരെ കണ്ടവർ, അവരുടെ ശക്തമായ സാക്ഷ്യം, ധീരതയോടുകൂടി യേശുവിന് സാക്ഷികളാകുവാൻ ആദിമസഭയിൽ അവർക്ക് മടിയില്ലായിരുന്നു. ആദിമസഭയുടെ രക്തസാക്ഷിത്വം ഈ കാലഘട്ടത്തിലും കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഉള്ളതായിട്ട് നാം മനസ്സിലാക്കുകയാണ്. ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ നാം അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്? ഭയത്തോടു കൂടിയാണോ, അതോ ആദിമസഭയിലെ നമ്മുടെ വിശ്വാസ പിതാമഹന്മാർ, വിശ്വാസം പകർന്നു തന്ന പിതാമഹന്മാർ നേരിട്ടതുപോലെ ധീരതയോടുകൂടി, ആർജവത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഒരു രക്തസാക്ഷിത്വത്തെ നേരിടാനുള്ള കരുത്ത്, മനോബലം നമുക്കുണ്ടോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. എന്നാൽ നമുക്ക് ഒരുപക്ഷെ രക്തം ചിന്തിക്കൊണ്ടുള്ള രക്തസാക്ഷിത്വത്തിന് ഒരവസരമില്ലായിരിക്കാം. എന്നാൽ സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ഇന്നത്തെ ഈ കാലഘട്ടം, ഏറെ പ്രത്യേകിച്ച് അന്ധകാര ശക്തികൾ അഴിഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ വലിയ വെല്ലുവിളിയായിട്ട്, ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് ഉത്തരം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമുക്ക് ആഴത്തിൽ പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് അവനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്കും പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ തീഷ്ണത നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. നമുക്ക് പരിശോധിച്ച് നോക്കാം, സ്വയം ഒരു പരിശോധന നടത്താം. സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ച് ആത്മാർത്ഥതയോടുകൂടി ജീവിക്കുവാനുള്ള കൃപ, അതിനുള്ള ധൈര്യം, അതിനുള്ള ശക്തി, ആത്മാർത്ഥത എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് ആർജിച്ചെടുക്കുവാൻ, പുണ്യങ്ങളുടെ വഴിയെ യാത്ര ചെയ്യുവാൻ ക്ഷണിക്കുകയാണ് ഈ കാലഘട്ടം. അതിനുള്ള കരുത്ത് ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം, രക്തസാക്ഷിത്വം, ക്രിസ്തുമാർഗചരിച്ചോരനേകർ, നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.